ഫാമിലി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് പളനിയിലെ രാവിലത്തെ ആ കാഴ്ചകൾ കണ്ടാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രാവിലെ 5 മണിക്ക് തന്നെ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ. അമ്പലത്തിലെ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വീഡിയോ അലൗഡല്ല, ഫോണൊന്നും നമുക്ക് അങ്ങോട്ട് മേലോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ താഴെ തന്നെ ഫോണൊക്കെ സൂക്ഷിക്കാനുള്ളൊരു ഇടമുണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ വെച്ചിട്ട് വരാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്തില്ല. നമ്മൾ ഫോൺ റൂമിലൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ച് വന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി 9:30 ആയി. ഞങ്ങൾ ഇവിടുന്ന് പളനിയിൽ ഞങ്ങൾ തിരിക്കുകയാണ്, നേരെ പാലക്കാടിന് പോകാനാണ്. അപ്പം അങ്ങോട്ടുള്ള യാത്രകൾ കാണാം. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാട് കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഉടുമൽപേട്ട വഴി പൊള്ളാച്ചി കയറിയാണ് നമ്മൾ കൊല്ലങ്കോട്ടേക്ക് എത്തുന്നത്. പോകുന്ന വഴിയിലെ ഈ റോഡിന് അപ്പുറം ഇപ്പുറം നിറയെ കാറ്റാടി മരങ്ങളാണ്. തമിഴ്നാട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കാറ്റാടി മരത്തിൻ്റെ സഹായത്തോടാണ്. അങ്ങനെ സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് പോണ വഴി തന്നെ നമ്മളിവിടെ ഒരു ഹാരിയാസ് എന്ന് പറഞ്ഞൊരു ചെറിയ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കയറി രാവിലത്തെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്കുമാണ് നമ്മൾ ദൂരെ കണ്ട കാറ്റാടി മരങ്ങളൊക്കെ റോഡിന് തൊട്ട് സൈഡിലായിട്ട് നിൽക്കുന്നത് കണ്ട്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയും കേരള തമിഴ്നാട് ബോർഡറൊക്കെ കടന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്കും, അതായത് പാലക്കാട് കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട്. മീൻകര ഡാം എന്നാണ് ഡാമിൻ്റെ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് സമയമുണ്ട്, നമുക്ക് ആ ഡാം കൂടെ കണ്ടിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതി. ചെറിയൊരു ഡാമാണ് കേട്ടോ ഈ മീൻകര ഡാം എന്ന് പറയുന്നത്. ഇവിടുത്തെ മുതലമട എന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൂടുതലായിട്ട് കൃഷി ആവശ്യങ്ങൾക്കാണ് ഈ വെള്ളം ഉപയോഗപ്പെടുന്നത്. പാലക്കാടുള്ള നെന്മാറ, ചിറ്റൂർ, പിന്നെ നെന്മാറ, പിന്നെ തൃശ്ശൂരുള്ള വടക്കാഞ്ചേരിയിലേക്കും കൃഷി ആവശ്യങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡാമൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ കൊല്ലങ്കോട് എന്ന അതിമനോഹരമായ ഗ്രാമത്തിലോട്ട് വന്നിരിക്കുകയാണ്. വന്ന ടൈമിൽ അത്യാവശ്യം ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്, എങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പം ഞായറാഴ്ചയാണ് വരുന്ന ദിവസം, അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ്. ഇവിടെ കണ്ടില്ലേ, വണ്ടി റോഡിലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കൊല്ലങ്കോട്ടത്തെ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നേരെ തിരിക്കുകയാണ്. ചാലക്കുടി എത്തണം. അതിന് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയുണ്ട്, ഒരു ചായക്കട. ചെല്ലഞ്ചേട്ടൻ്റെ കടയെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ചെല്ലഞ്ചേട്ടൻ്റെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ അധികം വൈകാതെ തന്നെ ഞങ്ങൾ തിരിക്കുകയാണ് നേരെ ചാലക്കുടി. സമയം ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിങ്ങനെ വരികയാണ്. ഇത് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് കേരളത്തിലെ ആദ്യ തുരങ്കപാതയാണ്. അതായത് പാലക്കാട്ടെ വടക്കാഞ്ചേരിയും തൃശ്ശൂരിലെ മണ്ണൂത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരങ്കമാണ് കുതിര. ഏകദേശം 1 കിലോമീറ്ററാണ് ഈ തുരങ്കത്തിൻ്റെ നീളം എന്ന് പറയുന്നത് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ചാലക്കുടി എത്തിയിരുന്നു. വന്ന സമയത്ത് നൈറ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ ചാർജ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് പിറ്റേ ദിവസമുള്ള രാവിലെയാണ്. ഞങ്ങളിപ്പോൾ ആതിരപ്പള്ളി വാഴച്ചാൽ ചെന്ന് മലയ്ക്കപ്പാറ പോകുന്ന റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഏരിയ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ രാവിലത്തെ ഫുഡ് ആകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഇല്ല. കണ്ടില്ലേ, കടകളൊന്നും തുറന്നിട്ടുമില്ല, എല്ലാം ഓപ്പണാക്കി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അകത്തേക്ക് കയറാൻ പോവുകയാണ്. കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് അധികം ആൾക്കാരും ബഹളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയണ്ട, ഇത്തിരി വനത്തിൻ്റേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് കണ്ടൊക്കെ പോകാൻ പറ്റും. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഈ വാഴച്ചാൽ വഴി നേരെ മലയ്ക്കപ്പാറയ്ക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റും കടന്ന് ഞങ്ങളിപ്പോൾ മലയ്ക്കപ്പാറ വാൽപ്പാറ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50 കിലോമീറ്ററാണ് ഈ വനത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത്. വാൽപ്പാറ വരെയുള്ള ദൂരമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വളരെ സൂക്ഷിച്ച് വേണം പോകാൻ, കാരണം എപ്പോഴും ആനകളും മൃഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മുന്നിൽ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയ്ക്കും സൂക്ഷിച്ചു പോകേണ്ട ഒരു സ്ഥലം കൂടാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഈറയൊക്കെ നിൽക്കുന്നുണ്ടോ, ഇതിങ്ങനെയുള്ള സ്ഥലങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. കാരണം നമ്മുടെ ഈ സൈഡിൽ നിന്നാലും നമുക്ക് ആനയെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു റൂട്ടും കൂടെയാണ് ഈ തുടങ്ങി കുറച്ച് നമ്മളൊരു 4-5 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കുള്ള ഭാഗങ്ങൾ ആനപ്പിണ്ടം വരെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധയായിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ആൾ ഈ മലയുടെ മണ്ടയ്ക്ക് മൊത്തം 4 ആനയുണ്ട്, പക്ഷെ നമുക്ക് ഒരെണ്ണത്തിനെ കാണാൻ പറ്റുള്ളൂ. കുറച്ച് ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ 5 മിനിറ്റ് ഒന്ന് അവിടെ ഞങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുന്നായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ മലയ്ക്കപ്പാറയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. റോഡൊക്കെ വളരെ മോശമാണ്. എന്താ പറയുക, നമ്മൾ ആ ചുരമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ മലയ്ക്കപ്പാറ വരെ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഫുള്ളും റോഡ് പോയി കിടക്കുകയാണ്.
അങ്ങനെ പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഹോട്ടലിന് സൈഡിലായിട്ടൊരു അമ്പലം കണ്ടത്. അമ്പലത്തിൻ്റെ ഒരു മോഡലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് സ്റ്റൈലാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും അടുത്ത വ്യൂ എന്ന് പറയുന്നത് ഷോളയാർ ഡാമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യാത്ര ഈ ഡാം വരെ ഉള്ളൂ. നമ്മൾ 6 മണിക്ക് മുന്നേ നമ്മൾ വാഴച്ചാലിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്ന് പുറത്തിറങ്ങണം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആതിരപ്പള്ളി ചെന്നിട്ട് സിൽവർ സ്ട്രോമിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് പാലം ചെന്ന്, അവിടുത്തെ ചെക്ക് പോസ്റ്റ് കയറി വനത്തിലൂടെ, എപ്പോഴും ആനശല്യമുള്ള വനത്തിൽ കൂടാണ് നമ്മൾ ഈ പോകുന്നത്. ഈ വഴി ചെല്ലുന്നത് മലയാറ്റൂരിലെ അടിവാരം ചെന്നിട്ട് മൂവാറ്റുപുഴയിലേക്കാണ്. അങ്ങനെ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.